ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച മുട്ടക്കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 5 മുട്ടയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ എടുത്ത് വെച്ചിട്ടുള്ളത് ഉരുളൻകിഴങ്ങാണ്. ഉരുളൻകിഴങ്ങ് ഇട്ടിട്ടാണ് ഞാൻ ഈ മുട്ടക്കറി വെക്കുന്നത് കേട്ടോ. കഴിക്കാൻ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ എടുത്തിട്ടുള്ള ഉരുളൻകിഴങ്ങ് തൊലി കളഞ്ഞതിന് ശേഷം ഞാൻ ഇതുപോലെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ്, അതിൻ്റെ കളർ മങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ. ഞാനിപ്പോൾ ഒരു ഉരുളൻകിഴങ്ങാണ് കേട്ടോ എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ എടുത്ത് വെച്ചിട്ടുള്ളത് 1 കപ്പ് നാളികേരം ചെറുകിയത്, പിന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചി ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പിന്നെ 4 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു 8 അല്ലി ചുവന്നുള്ളി. ഇതൊക്കെയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള പൊടികൾ ചൂടാക്കി എടുക്കാനായിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഇട്ട് കൊടുത്തുള്ള ഈ പൊടികളൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് മൂത്ത് വരണം. അപ്പോൾ അതുവരെ നമുക്കിത് ഇളക്കി കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ടുള്ള പൊടികളെല്ലാം അതും മൂത്ത് വന്നിട്ടുണ്ട്. ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്താലും കണ്ടിന്യൂസ്ലി 2 മിനിറ്റ് ഇത് ഇളക്കി കൊടുക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പാൻ നല്ലപോലെ ചൂടായിട്ട് ഇരിക്കുന്നുണ്ടാവുക. നമ്മൾ ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ആ പൊടികൾ ചിലപ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ പൊടികൾ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിനി കറിയുടെ ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഇത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ചു തന്നില്ലേ ചെറുകി വെച്ചിട്ടുള്ള 1 കപ്പ് നാളികേരം ചേർത്ത് കൊടുക്കുകയാണ്. ഇതിനൊപ്പം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ഉള്ളി, അതുപോലെ തന്നെ ഇഞ്ചി, പച്ചമുളക് എല്ലാതും ഇട്ട് കൊടുക്കാം. ഇതിനൊപ്പം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം പെരുംജീരകം ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കാം. എന്നിട്ട് ഇത് ഇളക്കി കൊടുക്കുക. നമ്മൾ ഇട്ട് കൊടുത്തുള്ള നാളികേരം എല്ലാതും ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരണം കേട്ടോ. അപ്പോൾ അതുവരെ നമുക്ക് കണ്ടിന്യൂസ്ലി ഇളക്കി കൊടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുള്ള നാളികേരം എല്ലാതും ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്താലും കണ്ടിന്യൂസ്ലി 2 മിനിറ്റ് ഇളക്കി കൊടുക്കുക. അതിനുശേഷം വേറൊരു പ്ലേറ്റിലേക്ക് അതിൻ്റെ ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. അതിനുശേഷം നമുക്കത് മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുക്കണം. ഫൈനായിട്ട് അരച്ചെടുക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും കുറച്ച് വെള്ളത്തിൽ വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ നല്ലപോലെ ഫൈനായിട്ട് അരഞ്ഞു കിട്ടുള്ളൂ. വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ നാളേരെ അറിയില്ല, അതിങ്ങനെ അറിയാതെ കിടക്കുള്ളൂ. അപ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ചട്ടിയിലാണ് മുട്ടക്കറി വെക്കാനായിട്ട് പോകുന്നത്. ഇതിലേക്ക് നമുക്ക് ആദ്യം നമ്മൾ തൊലി കളഞ്ഞിട്ട് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വെച്ചിട്ടില്ലേ ഉരുളൻകിഴങ്ങ്, അത് ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കാം. എല്ലാവർക്കും അറിയായിരിക്കും ഉരുളൻകിഴങ്ങിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ കണ്ടിട്ടില്ലേ കളറൊക്കെ ഒന്ന് മാറും. അപ്പോൾ അതിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിലിടുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അറിയില്ലെങ്കിൽ അതുപോലെ ചെയ്ത് വയ്ക്കാൻ മതി. അപ്പോൾ ഇതേ ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചൂടാക്കി വെച്ചിട്ടുള്ള പൊടികളെല്ലാതും ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിനൊപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടിയും ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ. ഏകദേശം 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഇതിലേക്കെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള കോൽപ്പുളി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പിഴിഞ്ഞെടുത്തിട്ടുള്ള വെള്ളം 2 കപ്പ് കേട്ടോ. അത് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ അതേ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്തേക്ക് വെക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാനിത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഉരുളൻകിഴങ്ങെല്ലാം നല്ലപോലെ വെന്ത് വരണം. നല്ലപോലെ വെന്ത് ഉടഞ്ഞ് വരണ്ട, എന്നാലും സാധാ പോലെ ഒന്ന് വെന്ത് വരണം. അതുപോലെ തന്നെ നമ്മുടെ ഈ പുളിയുടെ ഒരു റോസ്മെല്ലൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് മാറി വരണം. അപ്പോൾ നല്ലപോലെ തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ ഇതേ കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ആ പുളിയുടെ റോസ്മെല്ലൊക്കെ മാറി വന്നിട്ടുണ്ട്. അതുപോലെ ഉരുളൻകിഴങ്ങ് കഷ്ണങ്ങളെല്ലാതും വെന്ത് വന്നിട്ടുണ്ട്. ഈ ടൈമിലേക്ക് നമുക്ക്
നമ്മൾ ചൂടാറിയതിന് ശേഷം അരച്ച് വെച്ചിട്ടുള്ള ആ നാളികേരത്തിൻ്റെ ഒരു മിക്സ് ഇല്ലേ, അത് ഇതിലേക്ക് നല്ലപോലെ അരച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ ഞാൻ ഒരു അര കപ്പ് കൂടിയും വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആ മിക്സിയുടെ ജാറിലത്തെ ആ മിക്സ് എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് ആ മിക്സിയുടെ ജാറിൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് ആ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതിന് ശേഷം കറി നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഈ ടൈമിൽ നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ള ഉപ്പിൻ്റെ അളവെല്ലാം കറക്റ്റിലായി നോക്കുക. അഥവാ കുറവാണെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഈ കറി ഒന്ന് തിളച്ച് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ ഇതേ നമ്മുടെ കറി നല്ലപോലെ വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഞാനിതിലേക്ക് മുട്ടയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതേ മുട്ടയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പൊങ്ങി നിൽക്കുന്ന മുട്ടയ്ക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കയ്യിലോണ്ടും താഴ്ത്തി കൊടുക്കുക. മുട്ട ഇട്ട് കൊടുത്തതിന് ശേഷം കറി ഒന്നുകൂടി ഒരു 2 മിനിറ്റ് ഒന്ന് തിളക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതേ മുട്ട ഇട്ടെടുത്തിട്ട് 2 മിനിറ്റോളം കറി തിളച്ചിട്ടുണ്ട്. ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി ഇതിൻ്റെ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞ പോലെ ഇതിലേക്ക് കാച്ചി ഒഴിക്കാനായിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു 15-20 ചുവന്നുള്ളി, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഇട്ട് കൊടുത്തിട്ടുള്ള ഉള്ളിയും വേപ്പിലൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ, അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ടുള്ള ചുവന്നുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട് നോക്കാം. അതിനുശേഷം ഇത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഈ ഒരു കറി ചോറിലേക്ക് മാത്രമല്ല, അതുപോലെ ചപ്പാത്തി, പൊറോട്ട, അതുപോലെ തന്നെ വെള്ളയപ്പം, നൂലപ്പം എല്ലാത്തിലേക്കും കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.